നല്ല നാളുകൾ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇത്രയും നല്ല നാളായിരിക്കും നമ്മൾ വിചാരിച്ചില്ല. എന്തേ നിങ്ങളെ ഭാര്യ പിണങ്ങിപ്പോയോ? ഓ, വെറുതെ രാവിലെ തന്നെ നമ്മളെ കൊതിപ്പിക്കല്ലേ. നമ്മളിപ്പോഴത്തെ സർക്കാരിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. അങ്ങനെ പവനായി ശവമായി. നിങ്ങൾ അങ്ങനെ പറയരുത്. നാടിന്റെ നന്മയ്ക്കാണ് മൂപ്പർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാണ്ട് ഇതെല്ലാം കൂടി മൂപ്പരെ പോലെ കൊണ്ടുപോകാനല്ല. അതെന്ത് വർത്താനാണെന്ന് പറയുന്നത്? വോട്ട് ചോദിക്കുമ്പോ ഈ നന്മയുടെ കാര്യം മൂപ്പർക്ക് ഓർമ്മയില്ലേനോ? പാലും തേനും ഒലിപ്പിക്കുന്ന പ്രസംഗയിനല്ലോ. വില കുറയ്ക്കും, വിലക്കയറ്റം പിടിച്ചു നിർത്തും, എന്തൊക്കെയും വിലക്കയറ്റം എന്തേ മൂപ്പർക്ക് പിടിച്ചിട്ടില്ലേ? പഴയ സർക്കാർ അവശ്യ സാധനത്തിന്റെ വില കൂട്ടാതിരുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്, അല്ലാണ്ട് ഈ സർക്കാരിന്റെ പ്രശ്നമല്ല അത്. അത് ശരി, 9ാം ക്ലാസ്സിൽ തോൽപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മൾ 10ാം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞ പോലായത്. ഇന്ത്യ ഗഫൂർക്ക, ഇതൊക്കെ ചിലപ്പോ ഒരു ടെക്നിക്ക് ആയിരിക്കും. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെങ്കിൽ അവിടെ എന്തേലും ഒരു മോശം കാര്യം ഉണ്ടാവണ്ടേ? ഇനി ചിലപ്പോ ഈ കൂടിയതിന്റെ ഒക്കെ വില കുറച്ചിട്ട് മൂപ്പര് നല്ലൊരു ഇമേജ് ഉണ്ടാക്കുമായിരിക്കും അല്ലേ? നമസ്കാരം, ഒരു ചായ കിട്ടുവോ? പിന്നെ അയിനില്ലേ നമ്മളിവിടെ കുത്തിരിക്കുന്നത്. വിത്താണോ വിത്തൗട്ടാണോ? വിത്തൗട്ട് ആയിക്കോട്ടെ. സാർ ഈ നാട്ടിൽ പുതിയതാണോ? അതെ. എന്താ സഹോദരന്റെ പേര്? എന്റെ സഹോദരന്റെ പേര് ഫൈസൽ എന്നാ. എന്റെ പേര് ഇസ്മായിൽ. സാറിന്റെ പേര് എങ്ങനെയാ? കേട്ട് കാണും. എന്റെ പേര് അടൂർ ഭാർഗവൻ. ബുദ്ധിജീവി ഭാർഗവൻ എന്നാണ് എന്റെ ഇരട്ട പേര്. ഒരു എഴുത്തുകാരനാണ്. ആണോ? എന്റെ ബാപ്പ ഒരു എഴുത്തുകാരനേനു, ബേപ്പൂർ ബാപ്പു. അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ. പുള്ളി ചെറുകഥയാണോ നോവലാണോ കൂടുതലായിട്ട് എഴുതുന്നത്? മൂപ്പരതൊന്നുമല്ല, ആധാരം എഴുത്താ. ഇത് ഗഫൂർക്ക, ഈ നാട്ടിന്റെ കണ്ണോമന പുത്രനാ. വായനാശീലമുണ്ടെങ്കിൽ ഞാൻ എന്റെ പുതിയൊരു ബുക്ക് തരാം. വായനാശീലം ഉണ്ട്, അതുകൊണ്ട് വേണ്ട. ഇതൊക്കെ വായിച്ചാൽ ചിലപ്പോ ആ ശീലം നിർത്തേണ്ടി വരും. എന്റെ നാട് അടൂരാണ്. അവിടെ ഒരുപാട് വലിയ വലിയ ആളുകൾ ജനിച്ച സ്ഥല. അടൂർ ബാസി, അടൂർ ഗോപാലകൃഷ്ണൻ, പിന്നെ ഈ ഞാൻ അടൂർ ഭാർഗവൻ. ഈ കോഴിക്കോട് ഞാൻ ആദ്യമായിട്ടാണ്. ഇവിടെ അങ്ങനെ വലിയ വലിയ ആളുകൾ വല്ലതും ജനിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ജനിച്ചു വീഴുന്നതെല്ലാം ചെറിയ ചെറിയ കുട്ടികളാണ്. എന്തേ?